നിങ്ങളുടെ പേര് ഒരു സുഖമില്ലാത്തൊരു പേര്, ഒരു പഞ്ചില്ല പേരിന്. എടാ തന്റെ പേര് ഇപ്പോഴും രാഹുൽ തന്നെയല്ലേ? അതെ. നമ്മുടെ കൊച്ചിയിലെ ക്യാമറമാന്റെ പേരെന്തോ? വിവേക്. സൂപ്പർ പഞ്ചാണല്ലോ അല്ലേ? ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ തിരുവനന്തപുരത്തെ ക്യാമറമാന്റെ പേരെന്തോ? അനീഷ്. അത് അതിലും പഞ്ചുള്ള പേരാ അല്ലേ? എന്റെ പേരിന് മാത്രം പഞ്ചില്ല. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല. ഈ വിവേക്, അനീഷ്, അരുൺ ഇതൊക്കെ പറഞ്ഞ നോർമൽ പേരുകളാ. പേരെന്ന് പറഞ്ഞ അതാണ് പേര്. പേര് പറഞ്ഞാൽ എനിക്കറിയില്ല. എന്റെ കൂടെ വരുവാണ് ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരു 1.5 പേരുള്ള ഒരാൾ. അത്രയ്ക്ക് പഞ്ചുള്ള പേര് കാണിച്ചു തരാം. സാധനം പൈക്കിതു കേറിക്കും. ഇതെന്തോട് ഷർട്ടിന്റെ പുറയില് വീട്ടുകാരുടെ മുഴുവൻ പേരുണ്ടല്ലോ. ചേട്ടാ നമസ്കാരം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി. ഇദ്ദേഹം കോട്ടയത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയാണ്. താങ്കളുടെ പേര് ആദ്യം ഒന്ന് പറഞ്ഞാട്ടെ. എൻ്റെ പേര് ശ്രീ ജോമോൻ ജോസഫ് ശ്രാമ്പിക്കൽ, APJ ജുമൻ VS. ഒരിക്കൽ കൂടി പറയാമോ? ശ്രീ ജോമോൻ ജോസഫ് ശ്രാമ്പിക്കൽ, APJ ജുമൻ VS. അപ്പോൾ അരുണിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഞ്ചുള്ള പേരെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് അച്ഛനും അമ്മ ഇട്ട പേര് തന്നെയാണോ? ഫാദർ മദർ ഇട്ട പേര് ജോമോൻ ജോസഫ് ശ്രാമ്പിക്കൽ. എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ജോമോൻ എന്ന് മാത്രമേ ഉള്ളൂ. ശേഷം എൻ്റെ പഠനശേഷമുള്ള സമയത്താണ് ഞാൻ എൻ്റെ താല്പര്യപ്രകാരം APJ അബ്ദുൽ കലാമിനോടുള്ള താല്പര്യം കൊണ്ടും ഒക്കെ ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് പിന്നീട് ആഡ് ചെയ്താ എല്ലാം റെക്കോർഡിക്കലി എല്ലാം പെർമിഷൻസിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചുമ്മാ പേരിനകത്തൊന്നും എൻഡോസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ പെർമിഷനകത്ത് നിന്നുകൊണ്ട് എൻ്റെ മദറിൻ്റെ പേര്, ഫാദറിൻ്റെ പേര്, വീട്ടുപേര്, എൻ്റെ മാമൂസ പേര് എല്ലാവരും കൂട്ടിയിട്ടാണ് APJ ജുമൻ ബാക്കി സ്ഥാപിക്കുന്നതായി. ഈ ഗസറ്റിലൊക്കെ പരസ്യം കൊടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ ഇത്? ഇല്ല, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എല്ലാം എവിടെ പോയാലും എല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സുമായിട്ട് പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഒന്നും മറന്നു പോവില്ല. എല്ലാ ഡോക്യുമെന്റ്സും ഹോംവർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇതേ ഇപ്പം എന്തെങ്കിലും ഒരു ഫോമിലേക്ക് പേരൊന്ന് ഫില്ല് ചെയ്യാൻ, പേരെഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ കുട്ടികൾ 4 അഡീഷണൽ ഷീറ്റ് മേടിക്കുന്ന പോലെ അഡീഷണൽ ഷീറ്റുകൾ മേടിച്ച് പേരിടേണ്ട ഒരു അവസ്ഥയാണല്ലോ. എൻ്റെ ചെക്കിൽ പോലും ഒരാൾ എനിക്കൊരു ചെക്ക് തരണമെന്നുണ്ടെങ്കിൽ ജോമോൻ ജോസഫ് ശ്രാമ്പിക്കൽ, APJ ജുമൻ VS ആ ലൈൻ ഫുള്ള് എഴുതാനായിട്ടാവും. ഇങ്ങനെ ഈ പേര് ഇത്തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു എന്താണ് ഒരു ഇൻസ്പിറേഷൻ എന്താണ്? അങ്ങനെ അത് ഞാൻ എൻ്റെ എഡ്യൂക്കേഷനൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ 1999 ഞാൻ മുംബൈ കഫേപ്പലിൽ സൗദി കോൺസുലേറ്റിൻ്റെ ഒപ്പം അവിടെ ആ ഭാഗത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്നു. സൗദി കോൺസുലേറ്റിലെ ലൈസൻസി ഡോക്യുമെന്റേഷനായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു വിൻഡോ ധിരുഭായ് അംബാനി അബ്ദാണ്. അപ്പോൾ ഈ ധിരുഭായ് എന്നുള്ള പേര്, അങ്ങനെ ഈ പേരിലെ അട്രാക്ഷൻ ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ അദ്ദേഹമായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടി. അത് എന്നത്തെ ഒരു ഹാഫ് അവറോളം എനിക്ക് സംസാരിക്കാനും കുറേ കാര്യങ്ങൾ എനിക്ക് ഇൻസ്പിറേഷനായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അതിനുശേഷം നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് എയർ, അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്തു. അന്നേരമാണ് എനിക്ക് APJ എന്നുള്ളതിനോടൊരു താല്പര്യം ഉണ്ടായത്. അത് അങ്ങനെ താല്പര്യം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ മദറിൻ്റെ പേര് ആലീസ്, മദറിന് അല്ല അന്നമ്മേന്നൊരു പേരിട്ടുണ്ട്, അത് പള്ളിയിലെ പേരാണ്. ആ മദറിൻ്റെ പേരായ ആലീസും ഫാദറിൻ്റെ വീട്ടുപേരായ പള്ളിമുട്ടയിലും ഫാദറിൻ്റെ പേരായ ജോസഫ്, അങ്ങനെ APJ സാമ്പിക്കൻ കുടുംബപ്പേര്, ഫാദറിൻ്റെ കുടുംബപ്പേര്. ശേഷം ഈ ജുമൻ എന്നുള്ള ജോമോൻ തന്നെയാണ് എന്നെ കൂടുതലും വിദേശത്ത് സൗദിയിലുള്ളപ്പോഴും മുംബൈയിലുള്ളപ്പോഴും ഡൽഹിയിലുള്ളപ്പോഴും ദുബായിലുള്ളപ്പോഴും ഒക്കെ ഭൂരിഭാഗം എൻ്റെ സുഹൃത്തുക്കളിൽ ജുമൻ എന്നെ വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ജോമൻ തന്നെയാണ് ജുമൻ. ശേഷം VS എന്നുള്ളതിൽ എൻ്റെ മാമൂസ പേരായ വർക്കി എന്നുള്ളതാണ് സാമ്പിക്കൽ കുടുംബപ്പേര്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് ജോമോൻ ചേട്ടൻ പറയുന്നത്. ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ കേട്ടോ, പേര് മുഴുവൻ ഞാൻ വിളിക്കില്ല. അപ്പോൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, ജോമോൻ ജോസഫ് ശ്രാമ്പിക്കൽ അലിയാസ് APJ ജുമൻ VS. അപ്പോൾ പേരിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം പഞ്ചുള്ള പേരുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും സോബിനും അരുൺ മലയിലിനുമൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.